സങ്കടകരമായ മറ്റൊരു അപകടത്തിൻ്റെ വാർത്ത വരുന്നു. ആലുവയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. നിയന്ത്രണം വിട്ട ലോറി മെട്രോ തൂണിൽ ഇടിച്ചാണ് 2 ആന്ധ്ര സ്വദേശികൾ മരിച്ചത്. മീനുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? നമ്മുടെ ഈ മെട്രോ തൂണുകളിൽ ഇടിക്കുന്നത് ഇപ്പോൾ സാധാരണ സംഭവമായിട്ടുണ്ടല്ലോ. SK ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും എറണാകുളത്തേക്ക് മത്സ്യം കയറ്റി വന്ന വാഹനം മുട്ടം മെട്രോ സ്റ്റേഷന് സമീപത്തെ മെട്രോ തൂണിൽ ഇടിക്കുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമിക പോലീസ് അടക്കം മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വാഹനത്തിന്റെ ഡ്രൈവർ ക്യാബിൻ പൂർണ്ണമായും തൂണിലിടിച്ച് തകർന്നിട്ടുണ്ട്. ഈ ക്യാബിനിലുണ്ടായിരുന്ന ഡ്രൈവറും സഹായിയായ മല്ലികാർജുൻ ഒപ്പം ഡ്രൈവർ ഹബീബ് പാഷ എന്നിവരാണ് മരിച്ചത്. ഇതിൽ ഹബീബിന്റെ തല മെട്രോ തൂണിലിടിച്ച് പൂർണ്ണമായും തല തകർന്നിട്ടുണ്ട്. തലച്ചോറടക്കം പുറത്തു വന്ന അവസ്ഥയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഇരുവരുടെയും മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഈ അപകടം കാണാനായി വേഗത്തിൽ ചവിട്ടി നിർത്തിയ 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചും അപ്പോൾ തന്നെ ഒരു അപകടം ഉണ്ടായിരുന്നു. പക്ഷെ അതിലാർക്കും പരിക്കേറ്റിട്ടില്ല. എന്തായാലും ഈ മെട്രോ തൂണുകൾ ഇടിച്ചുണ്ടാകുന്ന അപകടം പതിവാകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ, പ്രത്യേകിച്ച് രാത്രി വലിയ വാഹനങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. SK. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി.